നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത സ്വിച്ച് വേർഡിനെ കുറിച്ചാണ്. പലതരത്തിലുള്ള സ്വിച്ച് വേർഡുകളെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വിച്ച് വേർഡുകൾ വർക്കാകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം വിശ്വാസത്തോടു കൂടി ഓരോ വാക്കുകളും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ചൊല്ലുന്നുവോ അതേ വേഗതയിൽ നമ്മുടെ ജീവിതത്തിൽ ആ വാക്കുകൾ മിറാക്കിൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. പല സന്ദർഭങ്ങളിലും പലരും പറയുന്ന ഒരു കാര്യമാണ്, ജീവിതം മടുത്തുപോയി, ജീവിതത്തിൽ എന്ത് തന്നെ ചെയ്താലും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. എത്ര വഴിപാടുകൾ, എത്ര ക്ഷേത്ര ദർശനങ്ങൾ, എത്ര സ്വിച്ച് വേർഡുകൾ, എത്ര ഏഞ്ചൽ നമ്പറുകൾ, എന്തെല്ലാമോ ചെയ്തു നോക്കി, ഏതെല്ലാമോ ജോലികൾ ചെയ്തു, പണം വരുന്നതിനേക്കാൾ വേഗതയിൽ ചിലവായി പോകുന്നു. അതുമാത്രമാണോ, മനസമാധാനം എന്ന ഒന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇല്ല. എപ്പോഴും വഴക്കുകളും പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളും മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ. ജീവിതം മുന്നോട്ട് ജീവിച്ചു തീർക്കണോ എന്നുള്ള സംശയത്തിൻ്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത വാക്ക് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ വാക്കായിരിക്കും. ലോട്ടറികൾ നമുക്ക് അടിക്കുവാനായിട്ട്, സമ്മാനങ്ങൾ നമ്മളിലേക്ക് എത്തുവാനായിട്ട്, ഗുഡ് ലക്കിന് വേണ്ടിയിട്ട്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നേരെ ആയി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്, ഇഷ്ടപ്പെട്ട ആളെ വിവാഹം ചെയ്യുവാനായിട്ട്, ഇഷ്ടപ്പെട്ട ജോലി നേടിയെടുക്കുവാൻ തുടങ്ങി ഒരുപാട് സ്വിച്ച് വേർഡുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാകും. ആരും ഞാൻ ജനിച്ചത് മുതൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ടാണ് ജനിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇതുവരെയും ജീവിതത്തിൽ ഒരു ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഒരാൾക്ക് പോലും ആ ഒരു വാക്ക് പറയുവാൻ സാധിക്കില്ല. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണ്. സന്തോഷവും ഉണ്ടാകും, ദുഃഖവും ഉണ്ടാകും. ഈ രണ്ടിനെയും നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തും. പക്ഷെ നമ്മൾ സന്തോഷം വരുന്ന സമയത്ത് അമിതമായിട്ട് സന്തോഷിക്കുകയും ദുഃഖം വരുന്ന സമയത്ത് നമുക്കതിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ നമ്മൾ പലരോടും നമ്മുടെ വിഷമങ്ങൾ പങ്കുവെച്ചു വരുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പലരും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതങ്ങനെ തന്നെ നിങ്ങളുടെ വിഷമങ്ങളെ ഉൾക്കൊള്ളുവാൻ അവരെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമ്മുടെ വിഷമങ്ങൾ എന്തു തന്നെയാണെങ്കിലും, എത്ര വലിയ വിഷമങ്ങളാണെങ്കിലും വളരെ വിഷമത്തോടുകൂടി നമ്മൾ പറയുന്ന അതേ ആംഗിളിൽ തന്നെ അവർ കേൾക്കുകയും പിന്നീട് തിരിഞ്ഞുപോയി നമ്മൾ ചെയ്തതിൻ്റെ പാപഫലമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മറ്റുള്ളവരോട് പറയും. അല്ലെങ്കിൽ അവർ തന്നെ മനസ്സിൽ സന്തോഷിക്കും. ഇത് എല്ലാവരിലും കണ്ടുവരുന്ന ഒരു സ്വഭാവ ഗുണമാണ്. അതുകൊണ്ട് നമ്മുടെ വിഷമങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അത് മൂന്നാമതൊരാൾ അറിയാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന്, ഒരു ഭാര്യയ്ക്ക് വളരെയധികം വിഷമമുണ്ടെങ്കിൽ ഭർത്താവിനോട് ഷെയർ ചെയ്യാം, ഭർത്താവിന് വിഷമമുണ്ടെങ്കിൽ ഭാര്യയോട് ഷെയർ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. അതുപോലെ നമ്മുടെ വരുമാന മാർഗത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കരുത്. ഏതെല്ലാമോ രീതിയിൽ 10 രൂപ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർ പോലും നമ്മുടെ ഉറ്റ സുഹൃത്താണെങ്കിലും അല്ല നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെങ്കിലും നമ്മൾ അവരോട് പോലും നമ്മുടെ വരുമാന മാർഗത്തെക്കുറിച്ച്, നമ്മുടെ വീട്ടിലെ സ്വർണങ്ങളെക്കുറിച്ച്, നമ്മുടെ ലക്ഷറി ലൈഫാണെങ്കിൽ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വയ്ക്കുവാൻ പോകുന്നു എന്നുള്ള ചിന്താഗതിയെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളൊരു വാഹനം വാങ്ങിക്കുവാൻ പോകുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ പങ്കുവയ്ക്കാതിരിക്കുന്നത് വളരെ അധികം നല്ല കാര്യമാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ മൂന്നാമതായിട്ടൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്, നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം. അതെങ്ങനെയാണ്? എല്ലാ സമയത്തും മനുഷ്യരല്ലേ, നമ്മൾ എപ്പോഴെങ്കിലും ഡെസ്പാവാതിരിക്കുമോ? നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് നടക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ പലരും 20 മണിക്കൂറും നെഗറ്റീവ് ചിന്താഗതികളോടുകൂടിയായിരിക്കും നടക്കുന്നത്. പക്ഷേ അതിൽ 4 മണിക്കൂറിൽ ഒരു 2 മണിക്കൂറെങ്കിലും ചെറുതായിട്ടെങ്കിലും നമുക്ക് ജീവിതമുണ്ട്, നമുക്ക് ജീവിക്കണം, നമ്മളെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകളുണ്ട്, നമ്മളെ ആശ്രയിച്ച് നമ്മുടെ കുടുംബമുണ്ട് എന്നിങ്ങനെയുള്ള ചിന്താഗതിയോടുകൂടിയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതങ്ങളെ തിരിച്ചു പിടിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും സ്വിച്ച് വേർഡുകളും ഉണ്ട്. അതായത് ഈ 2 മണിക്കൂറിലെങ്കിലും നമ്മുടെ മനസ്സിനെ മുഴുവനായും പോസിറ്റീവ് നിറഞ്ഞതാക്കി എടുക്കുവാനും ആ സമയത്ത് നമ്മൾ ചൊല്ലുവാനും സാധിക്കുന്ന സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. പലതരത്തിലുള്ള സ്വിച്ച് വേർഡുകൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാവിലെയോ രാത്രിയോ ഉച്ച സമയത്തോ എഴുതുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യാവുന്നതാണ്. എത്ര പ്രാവശ്യമാണ് നമ്മൾ ഈ സ്വിച്ച് വേർഡ് ഒരു ദിവസത്തിൽ ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പ്രാവശ്യം എന്ന് എണ്ണം കണക്കിലാക്കാതെ ഒരു 15 മിനിറ്റ് തുടർച്ചയായിട്ട് നമുക്ക് രാവിലെ 15 മിനിറ്റ്, ഉച്ച സമയത്ത് 15 മിനിറ്റ്, രാത്രിയിൽ 15 മിനിറ്റ്, ഇങ്ങനെ നമുക്ക് 45 മിനിറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് ഈ സ്വിച്ച് വേർഡിന് വേണ്ടി മാറ്റിവെക്കാം. ₹1 പോലും ചിലവില്ലാതെ നമ്മുടെ നഷ്ടപ്പെട്ട ആ ഓരോ സന്തോഷങ്ങളെയും തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ചൊല്ലുന്ന ഒരു സ്വിച്ച് വേർഡാണ് ഇത്. ഇനി ഇത് എത്ര ദിവസം ചൊല്ലണം? എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ചൊല്ലാം. ജീവിതകാലം മുഴുവൻ ചൊല്ലാം. ഇനി നിങ്ങൾക്ക് ചുരുങ്ങിയതൊരു 21 ദിവസം, 41 ദിവസം, 11 ദിവസം എന്നിങ്ങനെ കണക്കിലെടുത്തുകൊണ്ട് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. ഇത് മുഴുവനായിട്ടും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇത് ചൊല്ലാം. ഇത് ചൊല്ലുവാനായിട്ട് പീരിയഡ്സ് ആണ്, നോൺ വെജ് കഴിച്ചു, പുലവാലായ്മയാണ്, ഒരു ദിവസം വിട്ടുപോയി എന്നൊന്നും പറഞ്ഞ് സങ്കടപ്പെടേണ്ട കാര്യമേ ഇല്ല. എപ്പോൾ വേണമെങ്കിലും, ഇപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാൻ വേണ്ടിയാണെങ്കിൽ പോലും മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തിൽ പുതിയ ഉയർച്ചകൾ വന്നു ചേരുന്നു, പുതിയ വാതിലുകൾ നമ്മുടെ ജീവിതത്തിൽ തുറന്നു കിട്ടുന്നു, മനോഹരമായ ഒരു ജീവിതം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു വാക്ക് പറയാം. ആ ഒരു സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് വേറൊന്നും അല്ല, നിങ്ങൾ ഇത്രയും നേരം കണ്ട ചിത്രത്തിലൂടെ കണ്ട ഒരു സൺറൈസ് തന്നെയാണ്. എന്തു സൺറൈസ്? ഗോൾഡൻ സൺറൈസ്. സുവർണ സൂര്യോദയം എന്നാണ് ഗോൾഡൻ സൺറൈസ് എന്നുള്ള ഈ വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സന്തോഷമുണ്ടാകും. സൂര്യൻ 2 ദിവസം ഉദിക്കാതിരുന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അങ്ങനെ ആ ഒരു ഇരുട്ടിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിലേക്ക് വരുന്നു എന്നാണ് ഈ ഗോൾഡൻ സൺറൈസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വർക്കാവുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നിത്യവും ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ് എന്ന വാക്ക് തുടർച്ചയായി ചൊല്ലുന്നത് മുഖാന്തരം സുവർണമായ അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള ആ ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു നിറയുന്നു. നമുക്ക് അടഞ്ഞു കിടക്കുന്ന പല വാതിലുകളും തുറന്നു തരുന്നു. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കുവാൻ സാധിക്കുന്നു. നമ്മൾ എന്താണോ ജീവിതം മതിയാക്കുന്നു എന്ന് പല ചിന്തകളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ പോലും ആ നെഗറ്റീവ് ശക്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും തുരത്തി ഓടിക്കുന്നു. തൊഴിലിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും പുതിയ പുതിയ അവസരങ്ങൾ നമ്മളെ തേടി വരുന്നു. എന്തു കാരണം? ഈ ഗോൾഡൻ സൺറൈസ് എന്നുള്ള ഒറ്റ വാക്കു കാരണം. വെറുതെ പറയുന്ന ഒരു കാര്യമല്ല, ഒരുപാട് പേരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു വാക്കാണ് ഗോൾഡൻ സൺറൈസ് എന്നുള്ള ഈ വാക്ക്. നമ്മൾ എങ്ങനെയാണ് നിത്യകാ ദേവതയിലൂടെ നമുക്ക് ആവശ്യമായ പണം നേടിയെടുക്കുവാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഗോൾഡൻ സൺറൈസ് എന്നുള്ള ഈ മാജിക്കൽ വാക്ക് എന്ന് പറയുന്നത്. പലരും വിചാരിക്കും ഈ ഒരു വാക്ക് പറഞ്ഞ് വെറുതെ വീട്ടിലിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം താനേ വന്ന് നിറയുമോ എന്ന്. ഒരിക്കലുമില്ല. ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞു, നമ്മൾ നമ്മുടെ ചെയ്യുന്ന കഷ്ടപ്പാടുകൾക്കനുസൃതമായിട്ടുള്ള ആ ഒരു വരുമാന മാർഗം, ആ ഒരു സന്തോഷം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നവർക്ക് മാത്രമാണ് ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ വർക്കൗട്ട് ആവുന്നത്. അല്ലാതെ വെറുതെ ഇരുന്നു കൊണ്ട് എൻ്റെ ജീവിതം ഉയർച്ചയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്വിച്ച് വേർഡുകളും ഏഞ്ചൽ നമ്പറുകളും ചൊല്ലിയിരുന്നാൽ നമ്മുടെ ജീവിതം ഒരിക്കലും മുന്നോട്ട് വരുവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മുടെ കഷ്ടപ്പാടുകൾക്കനുസരിച്ച് നമുക്ക് ഒരു ഗുഡ് ലക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ വാക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഈ വാക്ക് നിങ്ങൾ എത്രമാത്രം പരിപൂർണമായ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചൊല്ലുവാൻ ആരംഭിക്കുന്നുവോ അത്രയും വേഗതയിൽ ഈ വാക്ക് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അത്രയും വേഗതയിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് വർക്കാവുന്നതായിരിക്കും. പലരും ഒരു 10 ദിവസം പറയുമ്പോഴേക്കും അവർക്ക് ആവശ്യപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാൻ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതെല്ലാം അവരെ തേടി വരും. അവരുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറി മറിയും. അതുകൊണ്ട് നമുക്ക് ഇടയിൽ ഇത് നിർത്താമോ എന്ന് ചോദിച്ചാൽ അത് അവരവരുടെ ഇഷ്ടം മാത്രം.
നമുക്ക് തുടർച്ചയായിട്ട് ഭാഗ്യം വേണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വേണം എന്നെല്ലാം തോന്നുന്നവർ നിത്യവും ഇത് ചൊല്ലാവുന്നതാണ്. ഇനി എഴുതുന്നവർ എപ്പോൾ എഴുതണം? 3 നേരവും എഴുതണം? വേണ്ട. ഉറങ്ങുന്നതിന് മുന്നേ ഒരു പേജ്, ഒരു 10-15 മിനിറ്റ് നമ്മളെ കൊണ്ട് എത്രമാത്രം എഴുതുവാൻ സാധിക്കുമോ അത്രയും എഴുതാവുന്നതാണ്. കറുപ്പ് നിറത്തിലുള്ള മഷി മാത്രം ഒഴിവാക്കി ബാക്കി ഏത് നിറത്തിലുള്ള മഷി വേണമെങ്കിലും നമുക്ക് എടുത്ത് ഗോൾഡൻ സൺറൈസ് എന്നുള്ള ഈ സ്വിച്ച് വേർഡ് എഴുതാവുന്നതാണ്. ഇത് നിങ്ങൾ പറയുകയോ എഴുതുകയോ ചൊല്ലുമ്പോഴേക്കും തന്നെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം തേടിയെത്തുന്നതായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് വെറുതെ ചൊല്ലി നോക്കണം എന്ന് കരുതിയാൽ പോലും നിങ്ങൾ ചെറുതായിട്ട് ഏതെങ്കിലും ഒരു തുക മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ ഇവിടെ പറയുന്നത് പോലെ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തിക്കൊണ്ട് ഗോൾഡൻ സൺറൈസ് എന്നുള്ള നിങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങളിലേക്ക് എത്തുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് ഈ വാക്ക് ചൊല്ലി നോക്കൂ. ഒരു പക്ഷേ നാളെ ഉണരുമ്പോൾ നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ ആവശ്യപ്പെട്ടത് എത്തിയിട്ടുണ്ടാകും. ഒന്ന് വേണമെങ്കിൽ ശ്രമിച്ചു നോക്കൂ. ഒരു ചെറിയ കാര്യത്തെ മാത്രം, ഒരു 500 രൂപ നമുക്ക് അത്യാവശ്യമായിട്ട് വേണം, അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും ഫോൺ ചെയ്യുവാനുണ്ട്, അവർ ഫോൺ ചെയ്താൽ നമ്മുടെ വളരെ സന്തോഷമായിരിക്കും എന്നും നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ഈ വാക്ക് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു മാജിക്കൽ വാക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. നിങ്ങളെല്ലാവരും ശ്രമിച്ചു നോക്കുക. ഉറപ്പായിട്ടും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മാജിക്കൽ സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ ചെറിയ കുറച്ച് പ്രോഡക്ട്സുകൾ സെയിൽ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് ആണ്. നമ്മുടെ ജീവിതത്തിലെ പണതടസ്സങ്ങളെ ഇല്ലാതാക്കി നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയും ധനവരവ് വർദ്ധിക്കുവാൻ വേണ്ടിയും നമ്മൾ ധരിക്കേണ്ട ഒന്നാണ് ഈ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ്. നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കരിങ്കാളി മാല. നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരുവാനും ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും വേണ്ടി ധരിക്കേണ്ട ഒന്നാണ് ഈ കരിങ്കാളി മാല എന്ന് പറയുന്നത്. ഒരുപാട് സെലിബ്രിറ്റികൾ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടു കാണും. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇത് നമ്മൾ 41 ദിവസം 21 ദിവസം എന്നിങ്ങനെ പൂജകളിൽ വെച്ചാണ് നമ്മളിത് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. അതുമാത്രമല്ല, മണി മാഗ്നറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ രാശികൾക്ക് അനുസൃതമായിട്ടുള്ള മാഗ്നറ്റുകളുടെ ബ്രേസ്ലെറ്റുകളാണെങ്കിലും ഇനി അതുപോലെ തന്നെ നമ്മുടെ പേഴ്സുകളിൽ വെക്കുന്ന മണി അട്രാക്ഷൻ സിംബലുകളാണെങ്കിലും നമ്മുടെ കൈവശമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. ഞാൻ അതിനനുസരിച്ചുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.